ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ, ഇതൊക്കെ സ്വപ്നമല്ലേ എന്ന് ശങ്കിച്ചവരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇത് നടത്തില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു വെച്ചതും മറ്റാരുമായിരുന്നില്ല, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത് എന്ന് ഇന്നലെ നമ്മൾ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മലയോര ഹൈവേ എന്ന് പറയുന്നത്. ഇത് നടത്തില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷം നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് അവരൊക്കെ അഭിമാനത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഇതിലൊരു പോസ്റ്റർ കണ്ടു. അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ, പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ആ പോസ്റ്ററിൽ. മനസ്സിലാകില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിലോട്ട് ചേരുകയാണ്. വികസനം അത് കാണുകയും ചെയ്തു. കൃത്യമായി തന്നെ വി ഡി സതീശൻ മലയോര ജാഥ നടത്തിയപ്പോൾ അത് കൃത്യമായി ഈ വഴിയിലൂടെയാണ് കടന്നു വന്നത്. സ്ഥലത്താണ് തുടങ്ങുന്നത്. അതായത് നന്ദാരപ്പടവ് കാസർഗോഡ് ജില്ല. ഞാൻ അവിടെ പോയിരുന്നു. ഇത് തുടങ്ങുന്ന സമയത്ത്, പണി തുടങ്ങുന്ന സമയത്ത് അവിടെ പോയിരുന്നു. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അവിടുന്ന് പാറശാല വരെ ഏകദേശം 753 കിലോമീറ്റർ നീളമുണ്ട് നമ്മുടെ മലയോര ഹൈവേക്ക്. അതായത് ദേശീയപാത ഒരു വശത്തോടെ പോകുന്നു, തീരദേശപാത വേറൊരു വശത്തോടെ വരാൻ വേണ്ടി പോകുന്നു. മലയോരങ്ങളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു സുന്ദരമായ പാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യ റീച്ച് വിനിഷയുടെ നാടാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, വിനിഷ സംസാരിക്കട്ടെ. അതെ, മനു പോയത് അവിടെ പണി തുടങ്ങുന്നിടത്തല്ലേ, നന്ദാരപ്പടവിലല്ലേ പോയത്. ഞാൻ പണി പൂർത്തിയായ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, നിങ്ങളുടെ നാടല്ലേ, നിങ്ങൾ പറയും, ഞങ്ങളങ്ങ് മാറി നിന്നേക്കാം. പോയത് പുലിക്കയത്തേക്കായിരുന്നു. മലബാർ വാട്ടർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് മനസ്സിലായില്ല, വലിയ യാത്രകളിലാണ്, അതുകൊണ്ടാണ് ആളെ കാണാതിരിക്കുന്നത്. എവിടെയായിരുന്നു പോയത്? പുലിക്കയം റിവർ ഫെസ്റ്റ്, പുലിക്കയത്ത് മലബാർ കയാക്കിംഗ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോയതായിരുന്നു. ആ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം വിനോദസഞ്ചാരത്തിനൊക്കെ ഏറെ ഗുണകരമാകും ഈ പാത. ഇപ്പോൾ വിനിഷ പോയ വഴിയിൽ അതുപോലെ നാളെ ഒരുപാട് സഞ്ചാരികൾ നമ്മുടെ മലയോരത്തെക്കുറിച്ച് കാണാൻ വേണ്ടി വരും. മലയോര മേഖലകളിലെ വികസന കാഴ്ചകൾ കാണാൻ വേണ്ടി വരും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാൻ വരും. അധികം സംസാരിക്കുന്നില്ല, മറ്റൊരു കോഴിക്കോടുകാരി കൂടി നമ്മളോടൊപ്പം ഈ യാത്രയിൽ നമ്മുടെ കൂടെ ചേരുകയാണ്. മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുന്നു. മേഘ ഏതോ റോട്ടിലാണ് നിൽക്കുന്നത്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, വിനിഷ. ഇത് എവിടെയാണ് നിൽക്കുന്നത്? മഞ്ഞ് പുതച്ച് നിൽക്കുന്ന കോഴിക്കോട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതായത് മന്ത്രി ശശീന്ദ്രൻ ഇന്നലെ ആനയിടഞ്ഞ് 3 പേർ മരിക്കാനിടയായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടേക്ക് അല്പസമയത്തിനകം എത്തും. അതിനു മുൻപേ ഈ വാർത്തയുമായി ജോയിൻ ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടിയാണ്. അപ്പൊ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ? എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു തരുന്നത്. സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള അവസരം ഒരുക്കി തരികയാണ്. അപ്പോൾ അവിടെ ഒരാൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കച്ച കെട്ടുന്നുണ്ട്. എന്റെ നാട് എന്ന് ഇപ്പോൾ മനുവിനും വിനിഷയ്ക്കും പ്രേക്ഷകർക്കും മനസ്സിലായി കാണുമല്ലോ. ദൈവമേ. ശരി, എന്താണ് നിങ്ങളുടെ നാടിന്റെ മുഖഛായ മാറുകയാണല്ലോ, മലയോര മേഖല തിളങ്ങുകയാണ്. പുതിയ പാത എത്തുന്നു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. മലയോര ജനതയുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, നാടിന്റെ മുഖം മാറ്റുന്ന കാഴ്ചയെക്കുറിച്ച്. അതായത് എനിക്ക് വളരെ പെട്ടെന്ന് എന്റെ വീട്ടിൽ നിന്ന് മേഘയുടെ വീട്ടിലെത്തി. മനു, വിനിഷ, സംസ്ഥാന അതെ, പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന മലയോര പാതയുടെ ആദ്യ റീച്ചിന്റെ, കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അത് 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടം പൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ കോഴിക്കോട് ജില്ലക്കാർ. നമുക്കറിയാം, വലിയ സ്വപ്നമായിരുന്നു ഈ മലയോര ഹൈവേ എന്നത്. അത് യാഥാർത്ഥ്യമാക്കി കാണിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഏതായാലും വൈകിട്ട് 3 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഒരുപാട് പ്രത്യേകതകൾ നേരത്തെ മനുവും വിനിഷയും സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് ഈ മലയോര ഹൈവേ നൽകും, ആദ്യ റീച്ച് നൽകും എന്നത് തീർച്ചയാണ്. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഈ വൈകിട്ട് 3 മണിക്ക് ഈ പരിപാടി നടക്കുന്നത്. ഈ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ കോടഞ്ചേരി കക്കാടം പൊയിലിന്റെ റീച്ചിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണ് ഈ മലയോര ഹൈവേയുടെ 3 റീച്ചുകൾ ഉൾക്കൊള്ളുന്നത്. 195 കോടി ചെലവിട്ടുകൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത SH59 ആണ് ഈ മലയോര ഹൈവേ എന്ന പേരിൽ നാമകരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അവിടേക്കൊക്കെ തന്നെ ഇരവഴിഞ്ഞിപ്പുഴ വരെയുള്ള യാത്രയൊക്കെ തന്നെ തുഷാരഗിരി അങ്ങനെ മനോഹരമാക്കും. മലയോര മേഖലകളിലെ ഒരു വലിയ യാത്രാ പ്രശ്നത്തിന് പരിഹാരം ആകും എന്നത് തീർച്ചയാണ്. ഈ
എത്തുന്ന പ്രദേശങ്ങൾ എന്നത് വിലങ്ങാട്, കൈവേലി, കായക്കൊടി, കുറ്റ്യാടി, മരുതോങ്കര, പെരുവണ്ണാമുഴി, ചക്കിട്ടപ്പാറ, തലയാട്, കട്ടിപ്പാറ, കൂടരഞ്ഞി, കൂമ്പാറ, കക്കാടംപൊയിൽ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് ഈ മലയോര ഹൈവേ ആദ്യ റീച്ച് കടന്നു പോകുന്നത്. ഇത് 2 പാലം കൂടി ഉൾക്കൊള്ളുന്നു. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഈ എല്ലാം പൂർത്തീകരിച്ചു. അതായത് ഇന്റർലോക്ക് ചെയ്ത നടപ്പാതകൾ, റോഡിന് അരികിലായി സ്ട്രീറ്റ് ലൈറ്റ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അങ്ങനെ എല്ലാം നടപ്പാതകൾ എല്ലാം, അതിനൊപ്പം തന്നെ സിഗ്നൽ ലൈറ്റ്, അങ്ങനെ എല്ലാം പൂർത്തീകരിച്ച് മനോഹരമായി തന്നെയാണ് ഈ നിലവിൽ മലയോര ഹൈവേ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ പാറശാല വരെയാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയോര ഹൈവേക്ക് മലയോര കാർഷിക മേഖലയ്ക്ക്, അതിനൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉൾപ്പെടെ വലിയ പുത്തൻ ഉണർവ് നൽകും. ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സൗജന്യമായിട്ട് ആണ് ആളുകൾ ഭൂമി വിട്ടു നൽകിയത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മലയോര ഹൈവേയുടെ ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി മലയോര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറും എന്നത് തീർച്ചയാണ്. ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് മുഖം ചുളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇക്കാലയളവിൽ അങ്ങനെയല്ല. നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാ ദേശീയപാതകളും നല്ല റോഡുകളായി മാറിക്കഴിഞ്ഞ സാഹചര്യമുണ്ട്. ഇനി മലയോര മേഖലകളും അങ്ങനെ വിശാലമായ റോഡായി മാറുന്നു. യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലേക്ക് നമ്മുടെ മലയോര ഹൈവേകൾ കൂടി മാറുന്നു. അങ്ങനെ അതിൻ്റെ ആദ്യ റീച്ചിൻ്റെ ഉദ്ഘാടനം ആണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മേഘ. സ്വന്തം നാടിന്റെ വാർത്ത പറയുന്ന ഒരു അഭിമാനം മേഘയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറയുമ്പോൾ വിനിഷയുടെ മുഖത്തും ആ സന്തോഷവും അഭിമാനവും ഒക്കെ കാണാനുണ്ട്. തീർച്ചയായിട്ടും മനു, അത് കാരണം നമ്മളത് പോയി കണ്ട് തന്നെ മനസ്സിലാക്കണം. നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുന്നത് ആ റൂട്ടിലൂടെ മനോഹരമായ ദൃശ്യമാണ്. മേഘ പറഞ്ഞു വെച്ചതുപോലെ തന്നെ 2 ഭാഗത്തും ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. വാക്ക് വേ ഉണ്ട്, ഫുട്പാത്ത്, നല്ല മനോഹരമായിട്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്തു വെച്ച വാക്ക് വേ ഉണ്ട് സഞ്ചാരികൾക്ക് സഞ്ചരിക്കാനായിട്ട്. പ്രത്യേകിച്ചും ഈ കക്കാടംപൊയിൽ, കോടഞ്ചേരി പോലെയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് കൃത്യ മലയോര മേഖലയിലാണ്. യാതൊരു വികസനവും വരാത്ത മേഖലയിലായിരുന്നു. അത്തരം മേഖലകളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒരു രോഗിയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് റോഡില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ ഈ മലയോര ഹൈവേ കൂടുതൽ വികസനങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് ഞങ്ങളടക്കമുള്ള ആളുകൾക്ക് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്തായാലും എനിക്ക് മേഘയ്ക്കും ഒക്കെ ഉണ്ട്. തീർച്ചയായും ആ സന്തോഷമാണ് ഇന്ന് കേരളത്തിന്റെ മലയോരം മൊത്തം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു മേഘ. നമുക്ക് ഉദ്ഘാടന സമയത്ത് കാണാം. ഏതായാലും നല്ലൊരു വാർത്ത രാവിലെ നൽകിയതിന്. മലയോരത്തിന്റെ മുഖം മാറുമ്പോൾ കേരളത്തിന്റെ മുഖം കൂടിയാണ് മാറുന്നത്. നിങ്ങൾ ഓർക്കണം, എത്രയോ കട്ടറുകളും കുഴികളും ഒക്കെ നിറഞ്ഞ ഒരുപാട് റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്നൊരു 70% റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മലയോര ഹൈവേ അത് നന്താരപ്പടവ് മുതൽ പാറശാല വരെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 250 കിലോമീറ്റർ ആദ്യഘട്ടത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷമാകുമ്പോഴേക്കും അതിന്റെ കൂടെ 200 കിലോമീറ്റർ കൂടി പൂർത്തിയാകും. ഏതായാലും വളരെ വേഗത്തിൽ ബാക്കിയുള്ള 753 കിലോമീറ്ററിലേക്ക് എത്താൻ പറ്റുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഫ്ബിയിൽ നിന്നുള്ള പണമെടുത്താണ് നമ്മൾ ഈ വികസന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കിഫ്ബിയാണ് ഓരോ മിനിറ്റിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിഫ്ബിയാണ്. 195 കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യ റീച്ച് പൂർത്തിയായത്. ആകെ 3500 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. നോക്കൂ, കിഫ്ബി എന്ന പദ്ധതി നമ്മുടെ നാടിനെ എത്രമാത്രം മാറ്റിയിരിക്കുന്നു. നമ്മുടെ നാടിന്റെ ഒരു അക്ഷയപാത്രമായി കിഫ്ബി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഓരോ മിനിറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡാകട്ടെ, ആശുപത്രികളാകട്ടെ, സ്കൂളുകളാകട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, കിഫ്ബിയുടെ കൈമുദ്ര പതിയാത്ത ഒരു നിർമ്മാണ പദ്ധതിയെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കിഫ്ബി ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ശിവദാസ് മേനോൻ ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് EK നായനാർ പക്ഷേ യൂട്ടിലൈസ് ചെയ്യാൻ, അത് ഏത് രീതിയിൽ ഏകോപിപ്പിക്കാൻ എന്നുള്ളത് UDF സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വസ്തുത. അതിനുശേഷം പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് കിഫ്ബി എന്ന ആശയം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നത്. പിന്നീട് അതിന്റെ ഓരോ ചരിത്രവും നിങ്ങൾക്കറിയാം. അതിനെ ഞെരിച്ചു കൊല്ലാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം, അതിന് കുടപിടിക്കുന്ന നമ്മുടെ പ്രതിപക്ഷം, അവരുടെയൊക്കെ മുന്നിലൂടെയാണെന്നേ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതൊരു അഭിമാനം തന്നെയാണ്.